സാമ്രാജ്യത്വ ശക്തികളുടെ കടുത്ത ഉപരോധങ്ങൾക്കും നയതന്ത്രപരമായ കടന്നാക്രമണങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിന്റെ വിളംബരമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ തീർത്ത പ്രതിബന്ധങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ആഗോള ഭൗമരാഷ്ട്രീയത്തിലെ അനിഷേധ്യ ശക്തിയായി ഇറാൻ ഉദിച്ചുയർന്നിരിക്കുകയാണ് ഇപ്പോൾ. വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അരങ്ങേറിയ സഹന്ദ് 2025 എന്ന സൈനിക അഭ്യാസം കേവലം ഒരു ശക്തി പ്രകടനം മാത്രമായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ വൻ ശക്തികളെ ഒരേ നിരയിൽ അണിനിരത്തിക്കൊണ്ട് ഇറാൻ നടത്തിയ സമാനതകളില്ലാത്ത നയതന്ത്ര മുന്നേറ്റമാണ്. പടിഞ്ഞാറൻ അജണ്ടകൾ മെനഞ്ഞെടുത്ത് ഒറ്റപ്പെട്ട ഇറാൻ എന്ന വ്യാജബിംബം തകർന്നു വീഴുമ്പോൾ ആധുനിക ആയുധബലത്തിനും തന്ത്രപരമായ കൂട്ടായ്മയിലും ഇറാൻ കൈവരിച്ച അസാമാന്യമായ കുതിപ്പ് സാമ്രാജ്യത്തിന്റെ അന്തകൂദാശയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ കരുത്തിന്റെ സംഗമഭൂമിയായി ഇറാൻ മാറുമ്പോൾ അത് പുതിയൊരു ലോകക്രമത്തിന്റെ ഉദയമാണ് കുറിക്കുന്നത്. ഇറാന്റെ സൈനിക കരുത്തും മാറുന്ന ആഗോള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളും വിളിച്ചോതുന്നതായിരുന്നു വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ അരങ്ങേറിയ സഹന്ദ് 2025 സൈനികാഭ്യാസം. പതിറ്റാണ്ടുകളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെയും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളെയും ഇറാൻ എത്രത്തോളം അതിജീവിച്ചു എന്നതിന്റെ കൃത്യമായ വിളംബരം. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ലോകത്തിന് മുന്നിൽ നിർമ്മിച്ചെടുത്ത ഒറ്റപ്പെട്ട ഇറാൻ എന്ന പ്രതിച്ഛായയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ലോകത്തിലെ വൻ ശക്തികളെ ഒരു വേദിയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ ഇതാ കുതിച്ചുയർന്നിരിക്കുന്നത്. ആർക്കും തങ്ങളെ ഒന്നും ചെയ്യാനായില്ല എന്ന് കൂടിയാണ് ഇതിലൂടെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. ചൈന, ഇന്ത്യ, റഷ്യ തുടങ്ങിയ ലോകശക്തികൾ ഉൾപ്പെടെ 9 രാജ്യങ്ങളുടെ സായുധ സേനകൾ ഇറാന്റെ മണ്ണിൽ ഒത്തുചേർന്നത് കേവലം ഒരു സൈനിക അഭ്യാസമായിരുന്നില്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ സൂചനയാണ്. യുറേഷ്യൻ മേഖലയിലെ സുരക്ഷാ താൽപര്യങ്ങളും സാമ്പത്തിക സഹകരണവും ലക്ഷ്യമിട്ടുള്ള ഈ കൂട്ടായ്മ അമേരിക്കൻ ആധിപത്യത്തിന് ബദലായി ഒരു ബഹുമുഖ ലോകം രൂപപ്പെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് നമുക്ക് മുന്നിൽ നിരത്തുന്നത്. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിച്ചതിലൂടെ സാങ്കേതികമായി തങ്ങൾ സ്വയം പര്യാപ്തരാണെന്ന് ഇറാൻ ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. സമുദ്ര സുരക്ഷയും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ ഈ അഭ്യാസം മേഖലയിലെ സമാധാനം നിലനിർത്താൻ പാശ്ചാത്യ ഇടപെടലുകളേക്കാൾ പ്രാദേശിക ശക്തികളുടെ കൂട്ടായ്മയാണ് ഫലപ്രദമെന്ന് അടിവരയിടുന്നുണ്ട്. ഇന്ത്യയെയും ചൈനയെയും റഷ്യയെയും പോലുള്ള വ്യത്യസ്ത താല്പര്യങ്ങളോടുള്ള രാജ്യങ്ങളെ ഒരേ നിരയിൽ അണിനിരത്താൻ ഇറാനിലെ ഭരണകൂടത്തിന് കഴിഞ്ഞത് അവരുടെ നയതന്ത്ര വിജയമായിട്ട് തന്നെ നമുക്കിവിടെ കണക്കാക്കാവുന്നതാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്ന കാഴ്ച കൂടിയാണ് സഹന്ദ് 2025 നൽകുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ഇറാൻ കേവലം ഒരു പ്രാദേശിക ശക്തിയല്ലെന്നും മറിച്ച് ലോകക്രമത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള നിർണായക ഘടകമാണെന്നും ഈ സൈനികാഭ്യാസം തെളിയിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ഏഷ്യൻ ശക്തികളുടെ ഈ ഐക്യം വരും കാലങ്ങളിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിമരുന്നിട്ടേക്കാം. സഹന്ദ് 2025 സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സഹകരണം കേവലം പ്രകടനങ്ങൾക്കപ്പുറം ആഴത്തിലുള്ളതും അതുപോലെ തന്ത്രപരമായ ബന്ധങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൂടി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഇറാനുമായി പുലർത്തുന്ന ബന്ധം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ പുതിയൊരു അച്ചുതണ്ടിന്റെ രൂപീകരണമായിട്ടാണ് ഇതിനോടകം തന്നെ വിലയിരുത്തപ്പെടുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടുത്ത കാലത്തായി അഭൂതപൂർവമായുള്ള വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകൾ, സുഖോയ് 35 യുദ്ധവിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിനിമയം നടക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇറാനുമായുള്ള ഈ സൈനിക കൂട്ടായ്മ റഷ്യയ്ക്ക് വലിയൊരു നയതന്ത്ര കവചമായിട്ടാണ് മാറുന്നത്. സംയുക്ത ആയുധ നിർമ്മാണത്തിലേക്കും ഇലക്ട്രോണിക് യുദ്ധമുറകളിലേക്കും ഈ ബന്ധം വ്യാപിച്ചിരിക്കുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പ്രതിരോധ മേഖലയിൽ നിക്ഷേപം നടത്തുന്നത് തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ഊർജ്ജ ഇറക്കുമതി ഉറപ്പാക്കുന്നതിനും അനിവാര്യം തന്നെയാണ്. പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിലെയും സുരക്ഷാ സഹകരണം വഴി അമേരിക്കയുടെ നാവിക ആധിപത്യത്തെ പ്രതിരോധിക്കാനാണ് ചൈന ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ അത്യാധുനിക സർവൈലൻസ് സംവിധാനങ്ങളിലും സൈനിക ആശയവിനിമയ ശൃംഖലകളിലും ചൈനീസ് സാങ്കേതിക വിദ്യയുടെ സാന്നിധ്യം വളരെ വലുതാണ്. ഇന്ത്യയുടെ പങ്കാളിത്തം ഈ കൂട്ടായ്മയ്ക്ക് സവിശേഷമായ ഒരു മാനം നൽകുകയും ചെയ്യുന്നുണ്ട്. ചാബഹാർ തുറമുഖത്തിന്റെ വികസനവും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി സുപ്രധാനം തന്നെ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും മറികടന്ന് മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും പ്രവേശിക്കാനുള്ള ഇന്ത്യയുടെ ഏക മാർഗം ഇറാൻ തന്നെയാണ്. സമുദ്ര സുരക്ഷയിലും ലഹരിമരുന്ന് കടത്ത് തടയുന്നതിലും ഇറാനുമായി സഹകരിക്കുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തകരാതെ സൂക്ഷിക്കാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര പാഠവും കൂടിയാണ് സഹന്ദ് 2025 പ്രകടമായത്. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സഹകരണം ആഗോളതലത്തിൽ അമേരിക്കൻ ഡോളറിനും അതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിനും ബദലായി ഒരു ഏഷ്യൻ സുരക്ഷാ കവചം തീർക്കുകയാണ് എന്നത് അടിവരയിട്ട് പറയണം. സഹന്ദ് 2025 ഈ രാജ്യങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഉപരോധങ്ങൾ കൊണ്ട് തളച്ചിടാൻ കഴിയാത്ത ഒരു പ്രതിരോധ ശൃംഖല കിഴക്കൻ രാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാണത്. ഇറാൻ സംഘടിപ്പിച്ച സഹന്ദ് 2025 സൈനിക അഭ്യാസത്തിൽ ഇന്ത്യ പങ്കുചേർന്നത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണം എന്ന നയത്തിന്റെ കരുത്തുകൊണ്ട് തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി ഇറാനെ നോക്കിക്കാണുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് അമേരിക്കയുമായി ശക്തമായ പ്രതിരോധ പങ്കാളിത്തം ഇന്ത്യ പുലർത്തുന്നുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലും സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നതിനെയാണ് ഈ നയം സൂചിപ്പിക്കുന്നത്. ചാബഹാർ തുറമുഖവും INCTCയും മധ്യേഷ്യയിലേക്കും റഷ്യയിലേക്കും ഇന്ത്യക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതിന് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അത്യന്താപേക്ഷിതവുമാണ്. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും അപ്പുറത്തേക്കും വ്യാപാര പാതകൾ തുറക്കാൻ ഇന്ത്യ നിർമ്മിക്കുന്ന ചാബഹാർ തുറമുഖം ഇന്ത്യയുടെ തന്ത്രപരമായ വിജയമാണ് എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ കേന്ദ്ര ബിന്ദുവും ഇറാൻ തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ പദ്ധതികൾ സുഗമമായി മുന്നോട്ടു പോകാൻ ഇറാനുമായുള്ള സൈനിക നയതന്ത്ര ബന്ധം ഇന്ത്യക്ക് അനിവാര്യവുമാണ്. അമേരിക്കൻ സമ്മർദ്ദവും ഇന്ത്യയുടെ ബാലൻസിങ്ങും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാനുമായി സഹകരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഉപരോധ ഭീഷണി നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും തന്റെ താല്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ചൈനയും റഷ്യയും ഇറാനുമായി ചേർന്ന് പുതിയൊരു അച്ചുതണ്ട് രൂപീകരിക്കുമ്പോൾ അവിടെ ഇന്ത്യയുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുന്നത് മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കാൻ കാരണവുമായേക്കാം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സുഹൃത്തായി തുടരുമ്പോൾ തന്നെ ഇറാനുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ഒരു നയതന്ത്ര ബാലൻസിങ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാലൻസിങ് ആണ് എന്നതും ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ചൈനയുടെ സ്വാധീനം ഈ മേഖലയിൽ വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ്. ഇറാൻ പൂർണ്ണമായും ചൈനീസ് പക്ഷത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യ ഇവിടെ സജീവമായിരിക്കുകയും വേണം. സഹന്ദ് 2025 പോലുള്ള സൈനിക അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യക്കും കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. സമുദ്ര സുരക്ഷയിലും പൈറസിക്കെതിരായ പോരാട്ടത്തിലും ഇറാനിയൻ നാവികസേനയുമായുള്ള സഹകരണം ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ലോകശക്തികൾക്കിടയിലുള്ള ചേരിതിരിവിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിലയുറപ്പിക്കാതെ ഇന്ത്യയുടെ വികസനത്തിനും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും ആവശ്യമുള്ള രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്ന വളരെ തന്ത്രപരമായ സ്വയംഭരണ നയത്തിന്റെ മികച്ച ഉദാഹരണമായിരുന്നു ഇറാന്റെ മണ്ണിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രകടനം എന്നുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂൺ ഊർജ്ജ മേഖല തന്നെയാണ്. അതായത് വളരെ നല്ല ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ മേഖലയിലുണ്ട്. എന്നാൽ സമീപകാലത്ത് അമേരിക്കൻ ഉപരോധങ്ങളും അതുപോലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ ബന്ധത്തിൽ വലിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഊർജ്ജ സുരക്ഷയും എണ്ണ ഇറക്കുമതിയും ഒരു കാലത്ത് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ എണ്ണ വിതരണക്കാരനായിരുന്ന ഇറാൻ വളരെ കുറഞ്ഞ ചെലവിൽ എണ്ണ ലഭ്യമാക്കിയിരുന്നതിനോടൊപ്പം എണ്ണ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ഷിപ്പിംഗ് സൗകര്യങ്ങളും ഇറാൻ തന്നെ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് ഇന്ത്യൻ രൂപയിൽ പണം അടയ്ക്കാനുള്ള സൗകര്യവും ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടം ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ അമേരിക്കയുമായുള്ള ബന്ധം കണക്കിലെടുത്ത് ഇന്ത്യക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 2019 നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അത്രത്തോളം സമ്മർദ്ദം ഇന്ത്യക്ക് നേരിടേണ്ടി വരികയാണ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്നത് പോലെ തന്നെ ഇറാനുമായുള്ള എണ്ണ വ്യാപാരം പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ ഇന്ത്യ ആരായുന്നുണ്ട്. അധികം വൈകാതെ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. രൂപ റിയാൽ വ്യാപാര സംവിധാനം ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കാൻ രൂപപ്പെടുത്തിയ സംവിധാനമാണ്. ഡോളറിനെ ഒഴിവാക്കി ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്തുന്നത് വഴി ഇന്ത്യയുടെ കയറ്റുമതിക്കാർക്ക്, പ്രത്യേകിച്ച് അരി, ചായ, മരുന്ന് കയറ്റുമതിക്കാർക്കൊക്കെ വലിയ ഗുണമാണ് ലഭിക്കുക. ഇറാനിലെ ബാങ്കുകളിൽ ഇന്ത്യയുടെ രൂപശേഖരണം വർദ്ധിക്കുകയും അത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഒരു നീക്കം തന്നെയാണ്. ഇത് വളരെ നല്ല രീതിയിലാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്.
ചാബഹാർ തുറമുഖവും സാമ്പത്തിക ഇടനാഴിയും സാമ്പത്തികമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ നിക്ഷേപം ഇറാന്റെ ചാബഹാർ തുറമുഖത്ത് തന്നെയാണുള്ളത്. പാകിസ്ഥാനെയും ചൈന നിയന്ത്രിക്കുന്ന ഗദ്വാർ തുറമുഖത്തെയും മറികടന്ന് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും അതുപോലെ തന്നെ മധ്യേഷ്യയിലേക്കും തുറന്ന വ്യാപാര പാതയാണ് ഇത് ഒരുക്കുന്നത്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള ചരക്കു നീക്കത്തിന്റെ ചിലവ് 30%, സമയം 40% കുറയും. ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് റഷ്യൻ, യൂറോപ്യൻ വിപണികളിൽ കൂടുതൽ മത്സരക്ഷമത നൽകുകയും ചെയ്യും. ഇവിടെ തന്നെ ഫർസാദ് ബി ഗ്യാസ് ഫീൽഡ് വിവാദവും നടക്കുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക താല്പര്യങ്ങളും ഇന്ത്യയുടെ നിക്ഷേപങ്ങളും തമ്മിലുള്ള സങ്കീർണതയ്ക്ക് ഉദാഹരണമാണ് ഫർസാദ് ബി പ്രകൃതിവാതക പരിവേഷണ OQG വിദേശ് ലിമിറ്റഡ് കണ്ടെത്തിയതിലുള്ള ഈ മേഖലയിലെ നിക്ഷേപം നടത്തുന്നതിൽ ഇന്ത്യ കാലതാമസം വരുത്തിയപ്പോൾ ഇറാൻ ഈ പദ്ധതി സ്വന്തമായി വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എങ്കിലും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇറാന്റെ ഗ്യാസ് ഫീൽഡുകൾക്ക് ഭാവിയിൽ നിർണായകമായ സ്ഥാനം വഹിക്കാൻ ആകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ ഉപരോധങ്ങൾ ഇന്ത്യയെയും ഇറാനെയും സാമ്പത്തികമായി അകറ്റാൻ ശ്രമിക്കുമ്പോഴും ചാബഹാർ വഴിയുള്ള തന്ത്രപരമായ നിക്ഷേപങ്ങളും രൂപയിൽ അധിഷ്ഠിതമായ വ്യാപാരവും വഴി ഇന്ത്യ ഇറാനുമായുള്ള സാമ്പത്തിക ചങ്ങാത്തം മുറിയാതെയാണ് കാക്കുന്നത്. എന്തായാലും എല്ലാ രാജ്യങ്ങളുമായിട്ട് ചേർന്നിട്ട് ഇറാൻ കൂടുതൽ കരുത്ത് ആർജിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. നമുക്കറിയാവുന്നതാണ് അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ ശിങ്കിടിയായിട്ടുള്ള ഇസ്രായേലും എത്രയോ തവണ ഇറാനെ ആക്രമിച്ചിട്ടുണ്ട്, ഇറാനെ പല രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തന്റെ ഒരു ഊർജമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് കുതിക്കുന്നത്. അപ്പോൾ ഇറാന്റെ ഈ കുതിപ്പിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്ന് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.